അർജന്റീനൻ ടീം കേരളത്തിക്ക് വരുമോ വരൂല എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ അർജന്റീനന്ന് നമ്മളൊരാളാക്കിയിരിക്കുന്നു. അതാണ് ഡോഗോ അർജന്റീന. ഇവനാണ് ആ മുതല്. എടാ അന്റെ മെസ്സി അവിടെ മെയിൻ്റെക്കണല്ലേ, വെറുതെ അല്ല. ഇപ്പൊ നമ്മളത്തെ നിലവിൽ രണ്ട് നായ്ക്കളാണുള്ളത്. രണ്ടും ലാറ്റിൻ അമേരിക്കൻ വംശജരാണ്. അതിലൊരാളാണ് ബന് ഡോഗോ അർജന്റീന, അർജന്റീനൻ വംശജനാണ്. രണ്ടാമത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം. ഇവനാണ് ബിഗ് ബുളെ. ഇവൻ അമേരിക്കൻ വംശജനാണ്, അതിശക്തനാണ് ഇവന്. ഡോഗോ അർജന്റീനന്റെ ചെവി സാധാരണയായിട്ട് എല്ലാവരും ട്രിം ചെയ്യലുണ്ട്, അതായത് കട്ട് ചെയ്യലുണ്ട്. അതിനൊരു കാരണം പറയുന്നത് ഇവര് വേട്ടയാടാൻ ഒന്നും കൂടി ഉത്സാഹം കൂടുന്നു പറഞ്ഞാണ്ട് എല്ലാവരും ഇത് കട്ട് ചെയ്യും. ഡോഗോന്റെ അടുത്തേക്ക് നമ്മൾ വല്ലാതെ അടുക്കണില്ല. ഓന് നമ്മളായിട്ട് പരിചയമായിട്ടില്ല. ഓനെ 2 ദിവസമായിട്ടുള്ളൂ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവൻ പിന്നെ നമ്മളെ നല്ല പരിചയമല്ല. ഇവൻ കുറച്ചായി നമ്മളെ അടുത്തുള്ളത്. ഇവനൊന്ന് അയച്ച് നടത്തി കാണിച്ചു തരാം. കാരണം ഇവന് ഭയങ്കര പവർഫുള്ളാണ്. നമ്മളെ വരെ വലിച്ചു കൊണ്ടുപോകാം. നിലത്ത് പതിഞ്ഞാണ് ഇവൻ നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചവനെ കിട്ടൂല. ഇവൻ നടക്കണമെന്ന് കണ്ടോക്ക്. ആക്രമണത്തിൽ രണ്ടാളും അതിശക്തരാണ്. നല്ല പരിശീലനം ഉണ്ടെങ്കിൽ നല്ല ഇണക്കവും അതുപോലെ നല്ല കാവൽക്കാരുമാണ് ഇവര്. ഞാൻ ഇതിനെ റോട്ടിൽ കൂടെ നടക്കുന്നുണ്ടപ്പോഴേ ഈ വണ്ടിക്കാരൊക്കെ ആകെ പേടിച്ചിരിക്കണേ, ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ ഇതിനെ കണ്ടിട്ട്. ആള് അമേരിക്കക്കാരനാണെങ്കിലും അമേരിക്കത്തെ ബിഗ് ബുള്ളും ഇവനും തമ്മിൽ മാറ്റമുണ്ട്. അവിടുത്തെ കുറച്ചും കൂടി സൈസ് കൂടി കുറച്ച് തൊലിയൊക്കെ തൂങ്ങിക്കൊണ്ടാണ്. ഇത് ഇന്ത്യയിൽ വകഭേദം വന്ന മറ്റൊരു ഇനാണ്. പണ്ട് കാലത്ത് പഞ്ചാബിലൊക്കെ കൃഷി ആവശ്യത്തിനും അതുപോലെ കന്നുകാലികളെ നോക്കാനും അതുപോലെ പാടത്ത് കൊണ്ടുപോകാനും കാവലിനൊക്കെ വേണ്ടിയിട്ട് പഞ്ചാബിലാണ് ഇവനെ വളർത്തൽ തുടങ്ങിയത്. ഡോഗോ നമ്മളെ അർജന്റീനക്കാരനാണ് പറഞ്ഞില്ലേ. ഇവർ സാധാരണയായിട്ട് വൈറ്റ് നിറത്തിലാണ് ഇവരുള്ളത്. പല രാജ്യത്തിലും ഇവരെ വളർത്തുന്നതിന് വിലക്കുണ്ട് ഇവന്. ഇവരെ രോമം വളരെ ചെറിയ രോമമാണ്, തൊലിനോടൊപ്പം നിൽക്കുന്ന രോമമാണ്. അർജന്റീനയിലെ ഫുട്ബോൾ ഇതിഹാസങ്ങളായ മറഡോണ അതുപോലെ മറ്റ് ഏതോ ഒരു പ്ലേയേഴ്സും കൂടി ഉണ്ട്. ഓലൊക്കെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവന് ഡാഗോ എന്ന പേരിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ നായ്ക്കളെ മരിക്ക് ഇവര് വെറുതെ കുരക്കൂല. ഇവര് ആവശ്യമെങ്കിൽ ഇവര് ഭയങ്കര അക്രമശക്തരാണ്, അല്ലാതെ അനാവശ്യമായിട്ട് വെറുതെ കുരച്ചിട്ടിരിക്കൂല. പക്ഷെ കാട്ടുമൃഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ സ്വഭാവം തന്നെ മാറും. ഇവരെ സൗണ്ടും കുരയൊക്കെ കേട്ടാൽ നമ്മൾ തന്നെ വിറച്ചു പോകും. അജാതി സൈസാണ് ആൾക്കാർ. അപ്പം നമ്മൾ ഇവരെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളല്ലോ. അപ്പോൾ ഈ വെയിലത്ത് കുറച്ച് നേരം ഇവരെ കെട്ടിയിട്ടിട്ട് ഒന്ന് ഉണങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവരെ കൂട്ടിൽ കൊണ്ടേക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം.